അല്ലെങ്കിൽ ഏത് ടെൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ സിസ്റ്റം ആക്സസ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യും അല്ലെ. The way of expressing numbers അല്ലെ, using digits, using symbols in a consistent manner or proper manner. Okay, that is allowed for the operations of a representation of manipulation of numerical values എന്ന് പറയും. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ പറയുന്നത് നമ്പർ സിസ്റ്റം ഈസ് എ നോർമൽ ഈ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ തന്നെയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഡിജിറ്റ്സിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിജിറ്റ്സിന് ഒരു പെർട്ടിക്കുലർ ബൈനറി ഉണ്ട് അല്ലെ. അതുപോലെ ഇപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റം, ഇപ്പൊ നമ്മൾ പറയും കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റംസ് ആണെങ്കിൽ ഏതൊക്കെയാ നമ്മൾ പറയുക? ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട് അല്ലെ, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റംസ് ആണ്. ഇതിന്റെ എല്ലാം ഇപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റം പറയുവാണെങ്കിൽ ബേസ് 10 ആണ് അല്ലെ. ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് 10 ആണ്. ഓക്കെ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് അതിനകത്ത് മെയിൻലി ഫോളോ ചെയ്യുന്നത് അല്ലെ. ബൈനറി നമ്പർ സിസ്റ്റം ആണ്, ബേസ് 2 ആണ്. ദാറ്റ് മീൻസ് 0 and 1 ആണ് അതിന്റെ ഫണ്ടമെന്റൽ ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ബേസ് 8 ആണ്, 0 തൊട്ട് 7 വരെയാണ്. അതുപോലെ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട് അല്ലെ. 16 ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം യൂസർ 16 ഡിജിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് 0 to 9 പിന്നെ ABCDEF വരെ എടുക്കും. നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സസിലൊക്കെ നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട് അല്ലെ. കമ്പ്യൂട്ടർ നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമ്പർ സിസ്റ്റം നമ്മൾ കോമൺലി ഈ എക്സ്പ്രസ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് നമുക്ക് ബൈനറിയിൽ ഇരിക്കുന്ന ഒരു വാല്യൂവിനെ ഡെസിമലിലേക്കോ അല്ലെങ്കിൽ ഡെസിമലിൽ ഇരിക്കുന്ന ഒരു വാല്യൂവിനെ നമുക്ക് എന്താണ് ഹെക്സാ ഡെസിമലിലേക്കോ അങ്ങനെയൊക്കെ നമുക്ക് ബേസിക്കലി ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോഗ്രാംസിലൂടെ അല്ലെ പ്രോഗ്രാമിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഡിഫറെന്റ് നമ്പർ സിസ്റ്റം മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ഹാർഡ്വെയർ ഇന്ററാക്ഷൻസ് ആണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ലോ ലെവൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ എക്സ്പെഷ്യലി ഈ സംഭവം നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ അരിത്തമാറ്റിക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ള ഓപ്പറേഷൻസ്, ബൈനറിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ്, ഇതൊക്കെ പെർഫോമിംഗ് ഓപ്പറേഷൻസ് ആയിട്ടും യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ബേസിക് കൺവേർഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊന്ന് ഷെയർ സ്ക്രീൻ ചെയ്യാം കേട്ടോ. കാണുന്നുണ്ടോ ദിയ? ഇല്ലല്ലോ. വൈറ്റ് ബോർഡ് കാണാവോ ഇപ്പോഴോ? ഇല്ല. ഇപ്പൊ കാണും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് നമ്പർ സിസ്റ്റം. ഇറ്റ്സ് എ മെത്തേഡ് ടു റെപ്രസെന്റ് നമ്പേഴ്സ് മാത്തമാറ്റിക്കലി. ഓക്കെ, ഇതിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡെസിമൽ നമ്പർ സിസ്റ്റം, അങ്ങനെ കൺവേർഷൻ മെത്തേഡ്സ് നമ്മൾ പറയും. ഇപ്പോൾ ഈ ബേസ് വാല്യൂസ് ഓർത്തിരിക്കുക കേട്ടോ. എപ്പോഴും ബൈനറിയിൽ ബേസ് വാല്യൂ 2 ആണ്, ഒക്ടലില് 8 ആണ്, ഡെസിമലില് 10 ആണ്, ഹെക്സാ ഡെസിമലില് 16 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ദിയ? ഹലോ. നമുക്ക് ഫസ്റ്റ് ഡെസിമൽ ടു ബൈനറി നോക്കാം. ഡെസിമൽ ടു ബൈനറി. ഓക്കെ, ഡെസിമൽ ടു ബൈനറി. ഓക്കെ,
ഈ ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് യൂസ് ചെയ്യുന്നത് ബൈ 2 ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ 2 ആണ്. ക്ലിയർ? അപ്പൊ ഇതിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം, എക്സ്പ്ലനേഷൻ ചെയ്യാം. ഇപ്പൊ സപ്പോസ് 10.25 10നെ ബേസ് ചെയ്തില്ല, ഡെസിമൽ അല്ല, ബേസ് 10 നമ്മൾ കൊടുത്തു. 10.25 10. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ എഴുതുക? ഇപ്പൊ 10ഉം ഉണ്ട് 25 രണ്ട് പാർട്ടുണ്ട് അല്ലേ? അപ്പൊ ആദ്യത്തെ പാർട്ട് 10 ആണ്, പിന്നത്തെ പാർട്ട് എന്ന് പറയുന്നത് 2ഉം 5ഉം ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം ആദ്യം? സോറി, എങ്ങനെ റൈറ്റ് ചെയ്യാം? 10നെ ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് ഓക്കെ, 10 നമ്മള് ഡിവൈഡഡ് ബൈ 2 ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് 5 കിട്ടും. വീണ്ടും അഗെയിൻ ഇതിനെ നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 2 അല്ലെ? വീണ്ടും ഇതിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. then we can get the 1 അല്ലെ? ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ 5 into 2 കംപ്ലീറ്റ്ലി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ റിമൈൻഡർ നമ്മൾ ജസ്റ്റ് അസൈൻ ചെയ്ത് പോകണം. ഇതാണ് നമ്മുടെ ബൈനറി വാല്യൂ എന്ന് പറയാം അല്ലെ? ഇവിടെ 0 ആണ് റിമൈൻഡർ. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് അറിയാം 4 ആണ്. അപ്പൊ റിമൈൻഡർ 1 ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? ഇനി നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തിനെ അല്ലെ ബൈനറിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് കൺസിഡർ ചെയ്യാവും. ഓക്കെ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ഫസ്റ്റ് 10ന്റെ ബേസ് 10 ആയിട്ടുള്ള, അതായത് നമ്മുടെ ഡെസിമൽ 10 ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പോ കിട്ടി 1010. ദാറ്റ് ഈസ് ബൈനറിയിലുള്ള 10ന്റെ വാല്യൂ ആണ് ഈ നമുക്ക് കിട്ടിയത് ഫസ്റ്റ്. ഈ ഫ്രാക്ഷണൽ പാർട്ട് കണ്ടുപിടിക്കുന്നതിന് ഒരു ജസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ഫസ്റ്റ് 0.25 എടുത്തു. ഇൻഡിജർ പാർട്ട് ഓൾറെഡി എടുത്ത് നമ്മൾ അതിന്റെ ബൈനറി കണ്ടുപിടിച്ചു. ദെൻ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്കറിയാം 25 into 2 that is 50. അപ്പൊ 0.50 ഇതാണല്ലോ ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 0.50നെ വീണ്ടും അഗെയിൻ നമ്മൾ 2 വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 100 എന്ന് കിട്ടും അല്ലെ? ദാറ്റ് മീൻസ് 1.00. ഇതല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് 0.25 ബേസ് 10 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01. ദാറ്റ് ഈസ് ഇങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ? അല്ല, അപ്പൊ 10.25 എടുക്കണ്ടേ? അപ്പൊ അതിന് 101 അങ്ങനെയല്ലേ വരാ? ഏതാണ്? കേട്ടില്ല. 0.25ന് ഹലോ മിസ്സേ, കേൾക്കുന്നില്ല? കേൾക്കാം, ഇപ്പൊ കേൾക്കാം. ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, ഇപ്പൊ കേൾക്കാം. അല്ല, അപ്പൊ 101 രണ്ടും 1010 എന്തേന്നോ? ദിയ, ഹലോ. ദിയ, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. നെറ്റ് വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ രണ്ടും കൂടെ കൂടിയിട്ട് 1010.01 തന്നെ വരാം ചേച്ചി.
അതായത് ഇതിന്റെ കോമ്പിനേഷൻ റിസൾട്ട് നമ്മൾ എഴുതിയില്ല. 1010.01 ഇതായിരിക്കും ഇതിന്റെ ആൻസർ കേട്ടോ. ഇങ്ങനെ എഴുതുക. ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ എഴുതരുത്. നമ്മളിപ്പോ സെപ്പറേറ്റ് ഡെസിമൽ പാർട്ടിന്റെയും ഇന്റിജർ പാർട്ടിന്റെയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിനെ കോമ്പിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസർ കൊടുക്കുക, അത്രേ ഉള്ളൂ. 0.25 അതിന്റെ കോമ്പിനേഷൻ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇന്റിജർ പാർട്ടിന്റെ എഴുതുക. 0.01 ബൈനറിയിലല്ലേ, അപ്പൊ ബേസ് 2 കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇനി ഇതിന്റെ തിരിച്ചുള്ളത് കൂടെ ജസ്റ്റ് ഒരെണ്ണം തന്നിട്ട് ഞാനൊരു എക്സാമ്പിൾ തരാം ചെയ്യാൻ. ഓക്കെ, ഇനി ബൈനറി ടു ഡെസിമൽ ആണെങ്കിൽ അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സിമ്പിൾ ആണ്. ബൈനറി ടു ഡെസിമൽ ആണ് നെക്സ്റ്റ് വൺ. ഓക്കെ, ബൈനറി ടു ഡെസിമൽ. ബൈനറി ടു ഡെസിമൽ. ഓക്കെ, സോ ഇതിനെ ഇപ്പൊ നമുക്കൊരു ബൈനറി വാല്യൂ ചുമ്മാ ഇപ്പൊ നമ്മൾ എടുത്ത ആ ബൈനറി വാല്യൂ തന്നെ എടുക്കാം. 1010.01 ഇതല്ലായിരുന്നു നമ്മളിപ്പോ എടുത്ത കൺസിഡർ ചെയ്ത കാൽക്കുലേറ്റ് ചെയ്തപ്പോ കിട്ടിയ. ഓക്കെ, ഇതിനെ നമ്മൾ തിരിച്ചൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 1010.01 ആണല്ലോ. ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ഡെസിമൽ പോയിന്റിന് തൊട്ട് മുമ്പുള്ള വാല്യൂസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. ഇപ്പൊ ബേസ് ഇതിന്റെ 2 അല്ലേ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. 1 ആണല്ലോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ 1 ഇൻറ്റു ഇപ്പൊ ഇവിടെ 0 1 2 3 അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഇത് റേസ് ടു പവർ 0യും ഇത് റേസ് ടു 1, ഇത് 2, ഇത് 3 കണ്ടല്ലോ. അപ്പൊ 1 ഇൻറ്റു 2 റേസ് ടു 3 പ്ലസ് 0 ഇൻറ്റു 2 റേസ് ടു 2 പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു 1 പ്ലസ് 0 ഇൻറ്റു 2 റേസ് ടു 0 പ്ലസ്. അതുകൊണ്ട് തീർന്നു. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഈ പോർഷൻസ് ഫസ്റ്റ് അങ്ങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി റൈറ്റിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാ, ഇത് റൈറ്റിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ -1 -2 അങ്ങനെ പോകുന്നത്. ഓക്കെ, ഇത് -1 ഇത് -2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് 0 അല്ലേ, അപ്പൊ 0 ഇൻറ്റു 2 റേസ് ടു -1 പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു -2. ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ചെയ്യാം. 1 ഇൻറ്റു 2 റേസ് ടു 3 8 പ്ലസ് ദെൻ ഇത് നമുക്കറിയാം 0 ഇൻറ്റു ചെയ്യുന്നതുകൊണ്ട് ആ ടേം 0 ആയി പോകും കംപ്ലീറ്റ്ലി അല്ലെ. നെക്സ്റ്റ് ടൈം നമുക്കുണ്ട് 1 ഇൻറ്റു 2 റേസ് ടു 1 2 തന്നെ. ദെൻ 0 ഇൻറ്റു 2 റേസ് ടു 0 0 0 ഇൻറ്റു 2 റേസ് ടു -1 0 പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു -2 0.25. Okay, then it added 8 plus 2 10.25. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ബൈനറി ടു ഡെസിമലും ഡെസിമൽ ടു ബൈനറി. ഓക്കെ, ഫസ്റ്റ് വൺ എഴുതിക്കോ. 278 ബേസ് 10 ആണ്. ബേസ് 10. ചെയ്തു.
100010110 ആണോ? 1000110. 110. ആ ഓക്കെ. എന്നിട്ട് ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് വൺ 278 അല്ല നമ്മളിപ്പോ ചെയ്ത 4215. 4215 raised One zero 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 1110111. ഓക്കെ. ഓക്കെ അല്ലേ? ആ. നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഒരു എക്സാമ്പിൾ എത്തിക്കണം. 00 0 എങ്ങനെ എഴുതിക്കാം? 00 സ്റ്റാർട്ട് ചെയ്യണം. 1100 011 1100 011 11 11 3 zeros 11. ഓക്കെ. അത് ഡെസിമലിലേക്ക് ആക്കാനല്ലേ? എന്തോ? ഡെസിമലിലേക്ക് ആക്കാനല്ലേ? അതെ അതെ. ആണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അവിടെ 99 ആണ്. ഒരു ക്വസ്റ്റ്യൻ. 11 01 01 011
1. ഉം. ആ ഓക്കെ ക്ലിയർ ആയല്ലോ അത്. ദിയ കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം നമുക്ക്. ഓക്കെ ആണല്ലോ ഇത്? ഓക്കെ. നെക്സ്റ്റ് ഡെസിമൽ ടു ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. തേർഡ് വൺ ഡെസിമൽ ടു ഒക്ടൽ കേട്ടോ. ഡെസിമൽ ടു ഒക്ടൽ. ഡെസിമൽ ടു ഓക്കെ. ഇതില് നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ അല്ലേ, 10.25. ഇത് ഡെസിമലില് നമുക്ക് തന്നിട്ടുള്ളായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ആ, ഇതിനെ നമ്മൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണേ. ഓക്കെ, ഈ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ ഇതിനകത്തും സെയിം കേസ് തന്നെ നമ്മൾ ഇന്റിജർ പാർട്ട് ഫസ്റ്റ് എടുക്കും അല്ലെ. 10 നമ്മൾ ബേസ് 10 ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായിട്ടാ മാറ്റേണ്ടത്? ഒക്ടൽ ആയിട്ടാണ് മാറ്റുന്നത് അല്ലെ? ഒക്ടൽ ആയിട്ടാണ് മാറ്റുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്റിജർ പാർട്ട് എടുത്തു, 10 ആണ് അതിനെ നമ്മൾ ചെയ്തെടുത്തേ. ഡെസിമൽ പാർട്ടിനെ മാത്രമേ നമ്മൾ ജസ്റ്റ് പിന്നീട് ചെയ്താൽ മതി. അതായത് 0.25 ആണല്ലോ, അതിനെ ഇൻറ്റു ചെയ്ത് 8 കൊണ്ട് ഇൻറ്റു ചെയ്തെടുക്കാം. ഓക്കെ, കിട്ടിയോ? 12.2 ആണ്. ആ 12.2. 12. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് എങ്ങനെ ചെയ്യാം നമുക്ക്? ഒക്ടൽ ടു ഡെസിമൽ ആണെങ്കിലോ, ഒക്ടൽ ടു ഡെസിമൽ ആണെങ്കിലോ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് അപ്പൊ നമുക്ക് സപ്പോസ് ഈ നമ്പർ തന്നെ ചെയ്യാം, 12.2. ഇത് ബേസ് 8 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതിന് നമ്മൾ പ്രോപ്പർ മറ്റേത് തന്നെ യൂസ് ചെയ്ത പോലെ 1 ഇൻറ്റു ആദ്യം 8⁻1 പ്ലസ് 2 ഇൻറ്റു 8⁻0 പ്ലസ് 2 ഇൻറ്റു 8⁻−1 ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 8 പ്ലസ് 2 പ്ലസ് 0.25 അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10.25 വരും. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ ദിയ? നെക്സ്റ്റ് ഈ ഹെക്സാഡെസിമൽ ടു ബൈനറി നമ്പർ ആണ്. ഹെക്സാഡെസിമൽ ടു ബൈനറി. ഹെക്സാഡെസിമൽ ടു ബൈനറി ആണ് കേട്ടോ. ഈ ഹെക്സാഡെസിമൽ ടു ബൈനറി ചെയ്യുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺവേർഷൻ ഓർത്തിരിക്കണം.
എപ്പോഴും ഒരു 4 ഡിജിറ്റ് അല്ലെ 4 ബിറ്റ് ബൈനറി ഈക്വലന്റ് ഹെക്സാഡെസിമൽസിന് ഉണ്ടായിരിക്കും. അതായത് ബൈനറി ഈക്വലന്റ് എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് 0000 ഇങ്ങനെയാണ് അല്ലെ. ഇതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, പിന്നെ 0001 ഇതിന്റെ 1 ആയിരിക്കും. 0010 ആണെങ്കിലോ അത് 2 ആയിരിക്കും. മനസ്സിലായോ? 0011 ആണെങ്കിലോ 3 ആയിരിക്കും. 0100 ആണെങ്കിലോ ദാറ്റ് ഈസ് 4 ആണ്. ഇങ്ങനെ മനസ്സിലായി? ഇതില് ഏകദേശം ബൈനറി ഈക്വലന്റ് അത് മനസ്സിലാക്കി വെക്കാം. 1111 എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ലാസ്റ്റ് 10001 വരുന്നതാണ് ഏതെന്ന് പറയുന്നത് 9. പിന്നെ 1011 വരും, പിന്നെ 1100 വരും, 1101 വരും, ഇങ്ങനെ പോകും. അങ്ങനെ എ തൊട്ട് എഫ് വരെയാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ പറയാം ബാക്കി. 3A ഇങ്ങനെ തന്നിരിക്കുകയാണ്. 3A അത് 16ലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, 3A 16. അപ്പൊ 3യുടെ വാല്യൂ എന്താ? ബൈനറി വാല്യൂ ഏതാണ്? 0011 ആണ് അല്ലെ? 0011. ഇനി എ എന്ന് പറയുന്നതിന്റെയോ 1010 ആണ് അല്ലെ? ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഹെക്സേന്ന് ബൈനറിക്ക് ആക്കുമ്പോ ചുമ്മാ ബിറ്റ് എഴുതിയാൽ മതി അല്ലേ? മതി. ബട്ട് ബൈനറി ടു ഹെക്സ ആണെങ്കിലോ into 16. അതെ. ഇപ്പൊ നമുക്ക് സമയം എക്സാമ്പിൾ ഇപ്പം നമുക്ക് എന്താ ഇങ്ങനെ തന്നേക്കുക 1111 011 ഇങ്ങനെ തന്നേക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണേ? 1 into 16 raised to അതായത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ബൈനറിയിലാണ്. സോറി, ബൈനറിയിലാണ് അല്ലെ? ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ബേസ് 16 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. 4 ബിറ്റ് ആക്കണം. ഇതില് നമ്മൾ 4 ബിറ്റിലേക്ക് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യണം. അപ്പൊ റൈറ്റ് എൻഡ് വെച്ചിട്ട് നമ്മൾ 4 ബിറ്റ് ബൈനറിയിലേക്ക് ആക്കുമ്പോൾ എപ്പോഴും റൈറ്റ്. ഇപ്പൊ 1101 അല്ലേ റൈറ്റ് ചെയ്യുന്ന എടുക്കുമ്പോ? അപ്പൊ എങ്ങനെ വരും? റൈറ്റ് നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തേത് 1011 റൈറ്റ് ചെയ്യുന്നതാണേ. അപ്പൊ ആദ്യത്തെ 4 എണ്ണം 1101 ഇതൊരു ഇത് ഫസ്റ്റ്. പിന്നെ ഇതിൽ 1 2 3 4 അതായത് ഇത്രയും വരും. ഓക്കെ, 1101 ഇതൊരു സെക്കൻഡ് ഗ്രൂപ്പ്. പിന്നെ ഉള്ളു 11 അല്ലേ മിച്ചം. അപ്പൊ 4 ബിറ്റ് ആവുമ്പോൾ നമ്മൾ 0011 ഇങ്ങനെയാണ്. ഇനി ഈ 0011 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞ സാധനം തന്നെ 3. 1101 എന്ന് പറയുന്നത് എന്താ? That is D അല്ലേ? D. 1101 D. Okay, 1011 B ആണ്. B. അപ്പൊ 3DB 60. Clear? ഓക്കെ, ഇതില് ഇപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ആ ഒക്ടലും കൂടെ അങ്ങ് പഠിച്ചു പോവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരുന്നു. ബൈനറി ടു ഒക്ടൽ ചെയ്യില്ല നമ്മള്. ബൈനറിനെ നമ്മൾ ഒക്ടലിലേക്ക് ചെയ്യുമ്പോൾ, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ടു ബൈനറി ടു ഒക്ടൽ ആണെങ്കിൽ ഇതിനകത്ത് നമ്മൾ 3 ബിറ്റ് ആണ് ശരിക്കും കൺവേർഷൻ ചെയ്യുന്നത്. അതും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഈക്വലന്റ് ആയിട്ട് 3 ബിറ്റ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. സം എക്സാമ്പിൾ ഈ നമ്പറിനെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത 1111 01101 ഇതല്ലായിരുന്നു.
ഇതിനെ നമുക്ക് ഓക്ടലിലേക്ക് ആക്കണം 8. 3 ബിറ്റ് ആക്കണല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സെയിം കേസ് തന്നെ, പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ 3 എടുക്കാവുള്ളൂ. ഇങ്ങനെ 101 പിന്നെ ഉള്ളത് 101 പിന്നെ 111 കണ്ടോ? അങ്ങനെ 3 ബിറ്റ് വെച്ച് എടുക്കാവുള്ളൂ. അതായത് ഫസ്റ്റ് 101, പിന്നെയും ഒരു 101, പിന്നെ 111. ഓക്കെ, 0101 ദാറ്റ് ഈസ് 5 അല്ലേ? ഇത് 5, ഇത് 7 ആണ്. 755. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പം 2-3 എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എഴുതിക്കേ. കൺവേർട്ട് 5C ആട്ടോ, 5C 6 to decimal. 5C to decimal. 6 to decimal. 5C6 ഉണ്ടോ? 5C6. ഇത് into 16 അല്ലേ ചെയ്യണ്ടേ? അതെ അതെ. One, 4, 7 minutes. Okay. Next one. 2A3 2A3 to decimal. Hexadecimal to decimal ആണ്. 2A3 to decimal.
675 ആണ്. നെക്സ്റ്റ് വൺ. One zero one one zero one. 101101. ഒന്നുകൂടി പറയാമോ? 101101. ഉം. ടു ഡെസിമൽ ആണ്. ബൈനറി ടു ഡെസിമൽ. ഉം. ഇത് ഇൻറ്റു അല്ലേ ചെയ്യണ്ടേ? അതെ അതെ. 0 1 2 3 4 5 കേട്ടോ. അപ്പൊ 1 into 2 raised to 5. ആ. $45 ആണ്. ഓക്കെ. ഓൾമോസ്റ്റ് അത് ഓക്കെ അല്ലേ? ആ. ഓക്കെ. നമുക്ക് ഇനി നെക്സ്റ്റ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആണ്. ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. A5. A5. $165 ഉണ്ട്. ഓക്കെ. ഓക്കെ. ആ. ക്ലിയർ അല്ല? അമ്മ നമ്പർ സിസ്റ്റം ഓൾമോസ്റ്റ് ആയില്ലേ നമുക്ക്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഇല്ല ക്ലിയർ ആയി. ക്ലിയർ ആയി. ഓക്കെ. നമുക്കെന്നാ ഇതും കൊണ്ട് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ആ. ഓക്കെ ദിയ. ഓക്കെ ബൈ.